ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കാം. വനിതാ വാർഡിൽ വനിതകൾക്ക് മാത്രം, സംവരണ വാർഡിൽ സംവരണക്കാർക്ക് മാത്രം. സംവരണക്കാരാണെങ്കിൽ 21 വയസ്സായിരിക്കണം. ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കണം. എല്ലാവരും 21 വയസ്സാണ്. ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കണം. പിന്നെ മറ്റ് വനിതകളുടെ വാർഡിൽ ജനറൽ ആളുകൾക്ക് മത്സരിക്കാൻ പറ്റില്ല. പക്ഷേ ജനറലുള്ള ആളുകളിൽ വനിതകൾക്ക് കയറി മത്സരിക്കാം. അത് കുഴപ്പമില്ല. ജനറൽ വാർഡെന്ന് പറഞ്ഞാൽ പട്ടികജാതിക്കാർക്ക് മത്സരിക്കാം, വനിതകൾക്ക് ആർക്കും മത്സരിക്കാം ജനറൽ വാർഡിൽ. പക്ഷേ സംവരണ വാർഡിൽ അതാത് ആളുകൾക്ക് മാത്രമേ മത്സരിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും തെരഞ്ഞെടുപ്പ് വളരെ മനോഹരമായ രീതിയിൽ വരികയാണ്. നമ്മൾ ഈ സുഭാഷിതം ചാനൽ തന്നെ തദ്ദേശം മീറ്റ് ദ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ് നിരവധി പരിപാടികൾ നടത്തി വരുന്നുണ്ട്. ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ ചെയ്യണം, കേരളത്തിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ചരിത്രവും വികാസവും എന്തൊക്കെയാണ് ചെയ്യേണ്ടതിനെ സംബന്ധിച്ചുള്ള വിശദമായ ഒരു പഠന പരിപാടി തന്നെ ഇതിനകത്തുണ്ടാവും. എല്ലാ മത്സരിക്കുന്നവർ ദയവായി അത് കാണണം. നിങ്ങൾക്ക് പ്രസംഗിക്കുവാനും ജനങ്ങളെ ബോധവൽക്കരിക്കാനും ക്ലാസ് എടുക്കാനും സെമിനാർ നടത്താനും ഒക്കെ പറ്റിയിട്ടുള്ള വിഷയങ്ങൾ സുഭാഷിതം ചാനലിലുണ്ടാകും. വരുന്ന ദിവസങ്ങളിൽ കേരളത്തിലെ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളുടെ ചരിത്രവും വികാസവും ഇപ്പോഴെത്തി നിൽക്കുന്ന കേരളത്തിൽ 57 മുതൽ നാളിത് വരെയുള്ള പഞ്ചായത്ത് രാജിൻ്റെ ചരിത്രം എന്ത് എന്നുള്ളത് നമുക്ക് ഇതുവഴി പഠിക്കാം, മനസ്സിലാക്കാം. നിങ്ങൾ പ്രസംഗിക്കുന്നതിനും ക്ലാസ് എടുക്കുന്നതിനും ഒക്കെ നിങ്ങൾക്ക് വളരെ ഗുണകരമായ രീതിയിലായിരിക്കും ആ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. എന്തായാലും ഇനി 30 ദിവസങ്ങൾക്കുള്ളിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ കോർപ്പറേഷൻ തലത്തിലുള്ള തിരഞ്ഞെടുപ്പ് വരും. ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ BJP ആൾറെഡി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ശ്രീലേഖ IPS ഉണ്ട്. പഴയ പൂജപ്പുര വാർഡ് കൗൺസിലറും ജില്ലാ പ്രസിഡന്റും മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന VV രാജേഷ് ഉണ്ട്. നേരത്തെ 20 വർഷത്തോളം പൂജപ്പുരയെ പ്രതിനിധീകരിച്ച് പിന്നെ കോൺഗ്രസിൽ നിന്ന് BJPയിൽ പോയ മഹേശ്വരൻ നായരുണ്ട്. അദ്ദേഹം പുന്നയ്ക്ക മുകളിലാണ് മത്സരിക്കുന്നത്. കരമന അജിത്തുണ്ട്. അദ്ദേഹം കരമനയിൽ തന്നെയാണ് മത്സരിക്കുന്നത്. പാപ്പനംകോട് ഗോപനുണ്ട്. പിന്നെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഒരുപാട് പേര്. പിന്നെ തമ്പാനൂർ സതീഷ്, കോൺഗ്രസിൻ്റെ മുഖമായി നിന്ന് തമ്പാനൂർ സതീഷ് ഉണ്ട്. പത്മിനി തോമസ് ഉണ്ട്. സ്പോർട്സ് കലാകാരിയായ പത്മിനി തോമസ് ഉണ്ട്. പിന്നെ അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ മുഖങ്ങൾ ശ്രീലേഖ IPS മുതൽ പത്മിനി തോമസ് മുതൽ VV രാജേഷ്, കരമന അജിത്ത്, പാപ്പനംകോട് ഗോപൻ, അതുപോലെ തന്നെ ആശാനാഥ്, വളരെ പ്രമുഖരായിട്ടുള്ള എല്ലാ നേതാക്കളും BJP ഒരു സെലിബ്രിറ്റി ലിസ്റ്റ് അവർ അവതരിപ്പിച്ചു. 67 പേരുടെ ലിസ്റ്റ് ഇന്നലെ അവതരിപ്പിച്ചു.